വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാജ്യത്തെ വലിയ സർക്കാരിതര ഭൂവുടമകൾ കത്തോലിക്ക സഭയാണെന്ന് RSS മുഖപത്രത്തിൽ പറയുന്നു. 17 കോടി ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കണമെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വഖഫ് ബില്ലിന്റെ പേരിൽ കേരളത്തിലെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ തന്നെ രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുമെന്നും സതീശൻ കോഴിക്കോട്ട് പറഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞു, വഖഫ് ബില്ല് പാസ്സായാൽ അതിൻ്റെ പുറകെ ചർച്ച ബില്ല് വരും. നിങ്ങളെല്ലാം അറിയണം, RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSൻ്റെ മുഖപത്രത്തിൻ്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവുടമ, സർക്കാരിതര ഭൂവുടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിൻ്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കറല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSൻ്റെ മുഖപത്രത്തിൽ RSSൻ്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസ്സാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിൻ്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെയും രഹസ്യം മനസ്സിലായല്ലോ. ഷബീർ ഉമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, മുനമ്പത്ത് കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്ന BJPയുടെ ശ്രമങ്ങളെ നേരത്തെ തന്നെ കോൺഗ്രസും സതീശനും തുറന്നു കാട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ സതീശൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരുന്നു ആ പരിപാടി? സൈഫുദ്ദീൻ, കൃത്യമായ ഒരു വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. അതായത് എന്തുകൊണ്ട് വഖഫ് ബില്ലിനെ കോൺഗ്രസ് എതിർത്തു എന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷമാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് MK രാഘവൻ MP-യുടെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതിനെത്തിയതായിരുന്നു വി.ഡി. സതീശൻ. അദ്ദേഹം പറഞ്ഞത്, വഖഫ് ബില്ല് പാസ്സാക്കിയ അന്ന്, അല്ലെങ്കിൽ 3-ാം തീയതി കഴിഞ്ഞ ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നു. അത് കാത്തോലിക്ക സഭയുടെ കയ്യിലുള്ള സ്വത്തുവകകളുടെ വിശദാംശങ്ങൾ ചേർത്തായിരുന്നു ആ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് 7 ഹെക്ടർ ഭൂമി, അതായത് 17.29 കോടി ഏക്കർ ഭൂമി ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തും മറ്റുമായി സ്വന്തമാക്കിയതാണ്. അത് തിരിച്ചു പിടിക്കണമെന്ന് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിനർത്ഥം ഈ വഖഫ് ബില്ലിന് ശേഷം ഇനി ക്രൈസ്തവരുടെ കയ്യിലുള്ള സ്വത്തുവകകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ തിരിയുക. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അഭിപ്രായമാണ് വരിക. അതായത് ഓർഗനൈസറിൽ വരുന്നത് RSSന്റെ അഭിപ്രായമാണ്. സ്വാഭാവികമായും ക്രൈസ്തവർക്ക് നേരെയായിരിക്കും ഇനി കേന്ദ്ര ഗവൺമെന്റ് വരിക. അതിനെയും തങ്ങൾ എതിർക്കും എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഈ വഖഫ് ബില്ലിന്റെ മറവിൽ മുനമ്പത്ത് BJP പ്രീണനം നടത്താൻ ശ്രമിക്കുന്നു. മുനമ്പം വെച്ച് മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു. എന്നാൽ മുനമ്പവും വഖഫ് ബില്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതായത് വഖഫ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ 10 മിനിറ്റ് മതി. സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചാൽ മാത്രം മതി മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ. ഈ വഖഫ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ വഖഫ് ബില്ല് പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്നുകൂടി വി.ഡി. സതീശൻ പ്രതികരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, മുനമ്പത്ത് അല്ലെങ്കിൽ മുനമ്പുമായി ചേർത്ത് BJP ക്രൈസ്തവ പ്രീണനം നടത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ രാജ്യത്തുടനീളം
ക്രൈസ്തവർക്ക് നേരെ വ്യാപക ആക്രമണം നടക്കുന്നു. അപ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായകളെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുമെന്ന വാക്കാണ് വി ഡി സതീശൻ ഉപയോഗിക്കുന്നത്. അത് കേരളത്തിൽ ഇത്തരത്തിലുള്ള പീഡന ശ്രമം നടത്തുമ്പോഴും മറ്റിടങ്ങളിൽ വലിയ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് കഴിയും, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് കഴിയും. ഒപ്പം തന്നെ സഭാ നേതൃത്വത്തെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും. അവർക്ക് ഇതിനോടകം തന്നെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. മറ്റു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതുകൂടി കോൺഗ്രസ് നേതൃത്വം ചെയ്യുമെന്ന് കൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നൽകുന്നത്. മുൻപത്ത് പുതുതായി ആരും ബി ജെ പിയിൽ ചേർന്നിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് അവിടെ എത്തിയതാണ്. ഏതാനും പേർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്ന പ്രചാരണമുണ്ടായിരുന്നു. അല്ല, മുൻപത്തെ പുതുതായി ആരും ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ നിലയ്ക്ക് ബി ജെ പി അംഗത്വം എടുക്കുമെന്ന നിലയ്ക്ക് മുന്നോട്ട് വന്നത് എന്ന് കൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വെച്ച് മുനമ്പം അല്ലെങ്കിൽ വഖഫ് ബില്ല് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ബി ജെ പി ശ്രമത്തെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. സൈഫുദ്ദീൻ.